ലാലിൻ്റെ ആ ഒരു സ്നേഹം എനിക്ക് തോന്നുന്നു ലാലിൻ്റെ പാട്ടിലൊക്കെ ഉണ്ട്. ലാൽ എല്ലായിടത്തും സ്നേഹം ചാലിച്ച് ചേർത്തുകൊണ്ടിരിക്കുകയാണ്, ഇല്ലേ? വരട്ടെ. ഹായ് ലാൽ സാർ, നമസ്കാരം. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായി ലാൽ സാറിനെ കാണുന്നത് റൺ ബേബി റണ്ണിലെ ആറ്റുമണൽ പായൽ എന്ന പാട്ട് റെക്കോർഡ് ചെയ്യാൻ സമയത്താണ്. സാറിന് അടുത്ത് കാണുന്നതും സാറിനോട് അടുത്ത് ഇടപഴകുന്നതെല്ലാം. അപ്പോൾ ഇന്നും എൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു ചിന്തകളായി കടന്നു വരാറുണ്ട്. എന്തായിരുന്നു സാറിന് ആ ഗാനം ആദ്യമായി സാറ് പാടണം എന്നുള്ളൊരു ആവശ്യത്തോടു കൂടി സാർ ആ ഗാനം കേൾക്കുമ്പോൾ സാറിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഇമോഷൻ? ഇപ്പോൾ ഈ പ്രോഗ്രാമിലൂടെ ആ പാട്ടിൻ്റെ 4 വരികൾ സാറിൽ നിന്ന് കേൾക്കാൻ എല്ലാവരെയും പോലെ എനിക്കും ആകും. അല്ല, ആദ്യം ഈ പാട്ട് ഞാൻ പാടണമെന്ന് ഞാൻ ചോദിച്ചു. ഞാനൊരു പാട്ടുകാരനല്ല അല്ലേ. ഞാൻ ഒരുപാട് സിനിമയിൽ പാടിയിട്ടുണ്ട്, ഡിവോഷണൽ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ഞാൻ ശബരിമല അല്ലെങ്കിൽ പള്ളി പാട്ടെല്ലാം പാടിയിട്ടുണ്ട്. ഞാനൊരു പാട്ടുകാരനല്ല. ഒന്നാമത് ഇങ്ങനെ ഒരു പിച്ചിൽ ഞാൻ പാടണോ? അതൊരു ഫോക്ക് റാപ്പാണത്, രണ്ടും കൂടെ ചേർന്നില്ല. അപ്പോൾ അവർ പറഞ്ഞു, അതിലെ ഡയറക്ടറും അവർക്കൊക്കെ ലാൽ തന്നെ ഇത് പാടണം എന്ന് ഒരു നിർബന്ധം. ഞാൻ പോയി. ഞാൻ ആദ്യമാണ് ഇത് രതീഷ് വേഗയെ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കിത് പാടാൻ പറ്റുമോ? തീർച്ചയായിട്ടും ലാലേട്ടന് ഇത് പാടാൻ പറ്റും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കോൺഫിഡൻസാണ് അല്ലേ. ഇപ്പോൾ ഞാൻ കർണഭാരം എന്ന് പറയുന്ന സംസ്കൃത നാടകം അഭിനയിക്കാൻ പോയ സമയത്ത് ഞാൻ കാവാല സാറിനോട് ചോദിച്ചു, സാർ എനിക്ക് സംസ്കൃതം അറിയില്ല, ഞാനൊരു മലയാളമോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് പ്ലേയോ ചെയ്യാം. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, മലയാളം പ്ലേ അല്ലെങ്കിൽ ഇംഗ്ലീഷ് പ്ലേ ലാല് ചെയ്യുന്നതിൽ എന്താണ് അത്ഭുതം? നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതാണ് അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻസിലാണ്. അപ്പോൾ ഈ മ്യൂസിക് ഡയറക്ടറുടെ കോൺഫിഡൻസ് തന്നെയാണ്. അപ്പോൾ അത് ഇതിൽ മാത്രമല്ല, ഏതൊരു കലയിലും സംവിധായകൻ്റെ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പോൾ ഹി വാസ് വെരി ഷുവർ എനിക്കത് പാടാൻ പറ്റിയെന്നുള്ളത്. അതുകൊണ്ടാണ് അത് പാടിയത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി അഭ്യർത്ഥിച്ച് നോക്കാം. ഒരുപാട് രാത്രിയായി. ഞാൻ എല്ലാ പാട്ട് പാടാൻ പറയുമ്പോഴും ആൾക്കാർ പറയും എനിക്ക് തൊണ്ട സുഖമില്ല, അങ്ങനെ പറയുന്നതല്ല. അതിൻ്റെ മ്യൂസിക്കൊക്കെ ഉണ്ടോ? ഇടുമോ? ഓ, എനിക്ക് അതിൻ്റെ ലൈൻസൊക്കെ തെറ്റിപ്പോയാൽ കുഴപ്പമില്ലേ? ഒരു കുഴപ്പമില്ല. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൻ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. നീറാതെ എന്നിനെന്ന് മിന്നിയ നീർമണി നിന്നിനി എന്നെ വിട്ടിട്ടെന്തേ പോയി മഞ്ചാടിക്കുരുവി. നിന്നെ കാത്തി ുഹം വേരോടി. ആറ്റുമണൽ പായയിൽ അന്തിവയിൽ ചാഞ്ഞ നാൻ കുഞ്ഞിളം കൈവീശി നീ തോണിയേറിപ്പോയില്ലേ. അതിൻ്റെ വാക്കുകളൊക്കെ മറന്നുപോയി. പക്ഷേ ഈ പാട്ടിൻ്റെ ഇതൊരു അത്ഭുത പാട്ടാണ്. കാര്യം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടമാകുന്ന ചെറിയ കുട്ടികൾക്കാണ്. ഞാൻ ഒരുപാട് സ്ഥലത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ് ഡോക്ടർ അലക്സാണ്ടർ എന്ന് പറഞ്ഞാൽ, കോഴിക്കോടുള്ള ആൾ, ബിരിമൽ ഹോസ്പിറ്റൽ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലാൽ ഇതെന്താണ്? ഞാൻ എന്താണ് ഈ ആറ്റുമണൽ പായ? എൻ്റെ മോൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടിയാണ്. അദ്ദേഹം ബാംഗ്ലൂരായിരുന്നപ്പോൾ രാത്രി 11 മണിയായി. ഇത്രയും ഇതെങ്ങനെയാണ് ആൾക്കാരില്ല? ഞാൻ പറഞ്ഞു എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ കുഞ്ഞ്, ഞാൻ പറഞ്ഞു ഒരിക്കലും ഇത് അങ്ങനെ, ഞാൻ ഇപ്പോൾ കാണിച്ചു തന്നെ ആ കുട്ടിയെ വിളിച്ചു. അന്ന് നമ്മൾ സ്കൈപ്പിൽ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ ഇതിലിട്ടിട്ട് മോളെ, ഉറക്കത്തിൽ കിടന്ന കുട്ടിയാണ്, അതിനെ വിളിച്ചിട്ട് ആറ്റുമണൽ പാടൂ, ആറ്റുമണൽ എന്ന് പറഞ്ഞാൽ അത് പാടാൻ തുടങ്ങി. അപ്പോൾ ഇതൊരു മാജിക്കുള്ള പാട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു പാട്ട് പാടാൻ സാധിച്ചതിൽ വളരെ നന്ദി മിസ്റ്റർ രതീഷ് വിക, അങ്ങനെ തോന്നിപ്പിച്ചതിൽ എന്നെ കൊണ്ട് പാടാൻ സാധിച്ചു. മാത്രമല്ല ലാൽ ഏത് പാട്ട് പാടിയാലും പ്രേക്ഷകരത് അപ്പാടെ ഉള്ളിലേക്ക് ഇറക്കുകയാണ്.